ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മൈക്രോമാക്സ് Q427 എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ്. Q427 ഈ മോഡൽ എങ്ങനെ അഴിക്കാം, ഇതിൻ്റെ ചാർജിങ് കംപ്ലൈൻറ്റ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യമായി നിങ്ങൾ ബാക്ക് കവർ അഴിക്കുക. അതിനുശേഷം കുറേ അധികം സ്ക്രൂകളുണ്ട്, ആ സ്ക്രൂകൾ ഓരോന്നായി അഴിക്കുക. ആദ്യം തന്നെ ആ ബാറ്ററിയുടെ മുകളിൽ ഒരു സ്റ്റിക്കറുണ്ട്, ഇൻബിൽഡ് ബാറ്ററിയാണ്. ബാറ്ററിയുടെ മുകളിൽ ഒരു സ്റ്റിക്കറുണ്ട്, ആ സ്റ്റിക്കർ ഒന്ന് മാറ്റി വയ്ക്കുക, പൊളിച്ച് മാറ്റി വയ്ക്കുക. ശേഷം സ്ക്രൂകൾ അഴിക്കുക. സ്ക്രൂകൾ അഴിച്ച് നമ്മൾ ഈ സെൻട്രൽ ബോഡി അഴിക്കാനായിട്ട് ഒരു നൈഫോ എന്തെങ്കിലും വെച്ചിട്ട് തിക്കിയാണ് അഴിക്കുന്നത്. ഇതിന് കുറച്ച് ലോക്കുകളുണ്ട്, ആ ലോക്കുകളെല്ലാം പതുക്കെ ഒന്ന് അകത്തിയിട്ട് എടുക്കാവുന്നതാണ്, വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ഓൺ ഓഫ് സ്വിച്ചിൻ്റെ ആ സൈഡ് ഭാഗം, ഓൺ ഓഫ് സ്വിച്ച് വോളിയം കീഴിരിക്കുന്ന ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ എന്തെങ്കിലും മൂർച്ചയുള്ള സ്ക്രൂ ഡ്രൈവറോ ഈ പറയുന്ന നൈഫോ ഇട്ട് തിക്കുമ്പോൾ ആ സ്ട്രിപ്പ് മുറിയാതെ ശ്രദ്ധിക്കണം. സ്ട്രിപ്പ് മുറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവൈലബിൾ അല്ല, അതുകൊണ്ട് അത് ശ്രദ്ധിച്ചഴിക്കുക. വേറൊന്നും ഈ മോഡലിന് അത്ര ശ്രദ്ധിക്കാനില്ല. ആ ഭാഗം നൈഫ് വെച്ച് തിക്കാതിരിക്കുക, ഓൺ ഓഫ് സ്വിച്ച് വോളിയം കീ വരുന്ന ആ ഭാഗം പതുക്കെ മുകളിൽ നിന്നും താഴെ നിന്നുമായിട്ട് തിക്കി പൊക്കി മാറ്റിയെടുക്കാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഞാൻ ഈ ചാനലിലൂടെ ഒട്ടുമിക്ക മൊബൈലിൻ്റെ സൊല്യൂഷൻസും വീഡിയോസും എങ്ങനെ അഴിക്കാം, എങ്ങനെ റിപ്പയർ ചെയ്യുക എന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. മൊബൈൽ അഴിച്ചു. ഇനി നമുക്ക് അതിൻ്റെ ടച്ച് കണക്ടർ ഒന്ന് മാറ്റി ഒന്ന് ടച്ച് ഒന്ന് പിടിപ്പിക്കാം. ശേഷം മുകളിൽ മെയിൻ മദർ ബോർഡിലേക്ക് പോയേക്കുന്ന കണക്ടർ ഒന്ന് പിടിപ്പിക്കാം. അതിനുശേഷം എക്സ്റ്റേണൽ ആൻറ്റനയുടെ കണക്ഷനും ഒന്ന് പിടിപ്പിക്കാം. ഒരു സ്ക്രൂ ഉണ്ട്, ഒന്ന് അഴിച്ചോളൂ. ഇതാണ് ചാർജിങ്ങിൻ്റെ ബോർഡ്. ബോർഡിലെ റിങ്ങറിൻ്റെ കണക്ഷന് ഒക്കെ വരുന്നുണ്ട്. ഈ ചാർജിങ് കണക്ടറിന് ആകെ 5 ലെഗാണ് ഇതിനുള്ളത്. ഇതിൽ ആദ്യത്തേതും അവസാനത്തേതും 2 കണക്ഷൻ മാത്രം മതി ചാർജ് കയറാനായിട്ട്. ഈ ചാർജിങ് ബോർഡിൻ്റെ ഒരു സൈഡിൽ മാത്രമേ കമ്പോണൻസ് ഉള്ളൂ. ആ കമ്പോണൻസ് ഉള്ള ഒരു ഭാഗത്തൊരു കപ്പാസിറ്റർ ഇരിപ്പുണ്ട്. കപ്പാസിറ്ററിലോട്ടാണ് പോസിറ്റീവ് വോൾട്ടേജ് കയറുന്നത്. അഥവാ പ്രിൻ്റ് ഇല്ലെന്നൊരിയിൽ നിങ്ങൾക്ക് ജമ്പർ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ എർത്താണ്, നെഗറ്റീവ് പോയിൻ്റ് എർത്തിലേക്ക് ഗ്രൗണ്ട് ചെയ്ത് വെച്ചാൽ മതി. എർത്ത് എവിടെയെങ്കിലും ഒന്ന് ഗ്രൗണ്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. വലിയ കോംപ്ലിക്കേഷനുള്ള ഒരു ചാർജിങ് സെക്ഷൻ അല്ല ഇതിൻ്റെ. ചാർജിങ് കണക്ടർ ഉറപ്പിക്കുമ്പോൾ ചാർജിങ് കണക്ടറിൻ്റെ കേസ് ഈ ബോർഡുമായിട്ട് ശരിക്കും ഉറപ്പിച്ച് പിടിപ്പിക്കുക. അല്ലെന്നൊരു പെട്ടെന്ന് കുത്തി വലിക്കുമ്പോൾ പെട്ടെന്ന് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശരിക്ക് ഇതുപോലുള്ള AC ആൻ വെച്ച് തന്നെ ഉറപ്പിക്കുക. DC ആൻ വെച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ശരിക്ക് സോൾഡർ ഉരുകി ചേരുന്നില്ല. അത് കഴിഞ്ഞ് വെച്ച് ചാർജിങ് പോയിൻറ്റുകൾ 5 കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചു വിടുക. സോൾഡർ ചെയ്യുമ്പോൾ ഈ 5 ലെഗുകളും തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുക.
ഇതിൻ്റെ ചാർജിങ് കണക്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ ആ ചാർജിങ് ബോർഡിൽ ആ ചാർജിങ് കണക്ടർ വയ്ക്കാനുള്ള ആ ഒരു ഭാഗം കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അങ്ങോട്ട് ഇറക്കി വെച്ച് സോൾഡർ ചെയ്യുക. മുകളിൽ പൊക്കി വയ്ക്കരുത്. മുകളിൽ പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് കവർ ഇട്ട് പൊട്ടി ഇതിൻ്റെ കേസ് കവറും കൂടെ ഇട്ട് കഴിയുമ്പോൾ ചാർജർ അതിനകത്ത് കയറാതെ വരും. അപ്പം ശരിക്കും അത് ഇറക്കി വയ്ക്കുക, ഇറക്കി വെച്ച് ചൊട്ടിക്കുക. ഒട്ടിച്ച് കഴിഞ്ഞ് നമുക്കിനി അത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫോണിലേക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് ആ ഒരു സ്ക്രൂ ഇടാനുള്ളത് ഇടുക. പിന്നെ ടച്ചിൻ്റെ കണക്ടർ മറന്നു പോകാതെ ഇടുക. ടച്ചിൻ്റെ കണക്ടർ ഇടുമ്പോഴും അഴിക്കുമ്പോഴും സൂക്ഷിക്കണം. ആ കണക്ടർ പോകാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യുവാനായിട്ട്. പിന്നെ എക്സ്റ്റേണൽ ലാനിനെ കുത്തിയേക്കുക. ഈ കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. എക്സ്റ്റേണൽ ലാനിനെ കുത്തിയിട്ടില്ലെങ്കിൽ നെറ്റ്വർക്ക് പിടിക്കത്തില്ല. ശേഷം നമുക്ക് സ്ക്രൂ എല്ലാം ഇട്ട് ഒന്ന് പൂട്ടാം. കറക്റ്റായിട്ടാണ് നിങ്ങൾ ചാർജിങ് കണക്ടർ ഇട്ടതെങ്കിൽ ചാർജിങ് കയറും. ലാസ്റ്റ് ഈ പൂട്ടി കഴിയുമ്പോൾ ഈ ചാർജർ അതിനകത്തോട്ട് കയറിയല്ലാത്തത് ചില കേസിൽ വരാറുണ്ട്. അത് കറക്റ്റായിട്ട് ചാർജിങ് കണക്ടർ വയ്ക്കാത്തത് കൊണ്ടാണ്. ആ ചാർജിങ് കണക്ടർ കറക്റ്റായിട്ട് വെച്ചാൽ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ കംപ്ലൈൻറ്റുകൾ ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നമുക്കിനി ബാക്ക് കവർ ഇട്ടിട്ട് കണ്ടോ, ഈ കവർ ഇടുമ്പോഴാണ് ചില സമയത്ത് ചാർജർ കയറാൻ പറ്റാതെ വരിക. അതുകൊണ്ടോ ചാർജിങ് റെഡി ആയിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.